പാട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ, ചിപ്പിയുള്ളിൽ മുത്തുപോലെൻ പൊന്മകളേ, എന്നുമെന്നും കിന്നരിക്കാം ഓമനിക്കാം, ചക്കരപ്പൻ നെറ്റിയിലോ പൊട്ടുതൊടാം. നീ പകരും പുഞ്ചിരികൾ കണ്ടു നിന്നാൽ നൂറഴക്, നീ പിടഞ്ഞാൽ എന്നുയിരിൽ കുരിരുള്. വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല നിന്നെ ചായുറക്കാൻ. അച്ഛാ, പത്രത്തിന്റെ ബില്ല് വെച്ചിട്ട് ആള് വന്നായിരുന്നു. അവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കൊടുത്തില്ലേ? ഇല്ല, ഇവിടെ ആണുങ്ങൾ ആരും ഇല്ലാന്ന് പറഞ്ഞപ്പോ അയാളങ്ങ് പോയി. വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല നിന്നെ ചായുറക്കാൻ. എന്താണ് രണ്ടുപേരുടെ ഉദ്ദേശം എന്ന് അറിഞ്ഞാൽ കൊള്ളാം. അച്ഛാ, ഈ തൊലി അവിടെ കളയും. തൊലിക്കെടുത്തിട്ട് കാര്യം പറ. അച്ഛാ, പണിയെടുക്കുന്നതിനെ പറ്റി ഞങ്ങൾ പണ്ടേ ചിന്തിച്ചിട്ടില്ല. പണ്ടൊന്ന് പണിയെടുത്തതിനെ പറ്റിയാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. അച്ഛാ, എനിക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. പറ. കവലയിൽ ഒരു കുഴിമന്തി കടയുണ്ട്. കുഴിച്ചിടിഞ്ഞാ നിന്നെ എവിടെയെങ്കിലും? അതല്ല, അതുപോലത്തെ ഒരെണ്ണം തുടങ്ങണം എന്ന് പറയാവുന്നതാ. ആ, എന്റെ കുറെ ബിസിനസ് ഐഡിയ ഉണ്ട്. എന്നാ പറ. അതിന് ക്യാഷ് വേണ്ടേ? ഐഡിയാസ് പറയുന്നതൊന്നും കാശ് തരാൻ പറ്റത്തില്ല. നമുക്ക് മഷ്റൂം കൃഷിയിലേക്ക് ഇറങ്ങാം. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരും. ഇങ്ങനെ പോയാൽ നീ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. പിന്നെ തിരിച്ചു കയറാനും പറ്റില്ല, തിരിഞ്ഞ് നോക്കാൻ പോലും പറ്റില്ല. അച്ഛാ, ഇങ്ങനെ എല്ലാത്തിനും മുടക്ക് പറയാതെ. ആ, അപ്പൊ നിന്ന് കുടുംബസ്വത്തൊക്കെ കിട്ടിയാൽ നമുക്ക് അത് വെച്ച് ബിസിനസ് ചെയ്യാലോ. അങ്ങനെ കുടുംബത്തോടടുത്ത് മോനിപ്പോ കൃഷി ചെയ്യണ്ട. എന്റെ അച്ഛ, അതല്ല, നമുക്ക് ഈ മുന്തിരി കൃഷി അടിപൊളിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, എത്ര നാലും മതിയാവില്ല. അച്ഛാ, ഞാൻ പൊള്ളാച്ചിയിൽ ഒരു 100 ഏക്കർ മുന്തിരിത്തോപ്പ് നോക്കി വെച്ചിട്ടുണ്ട്. നോക്കിയിരിക്കത്തേ ഉള്ളൂ. അച്ഛാ, നമ്മുടെ മരിച്ചുപോയ അമ്മയുടെ ഒരേ ഒരു ആഗ്രഹമായിരുന്നു അച്ഛന്റെ സ്വത്തുക്കളൊക്കെ നോക്കി നടത്തി അച്ഛനെ വീട്ടിലിരുത്തണമെന്നുള്ളത്. പക്ഷെ അതിന് മുന്നേ അമ്മ അവള് നേരത്തെ ചത്തത് കാര്യമായി. ഇല്ലെങ്കിൽ ഇത് പറയാൻ എന്റെ അടുത്ത് വരുമ്പോ അവളെ ഞാൻ തന്നെ അമ്മിക്കല്ലടിച്ച് കൊന്നേനെ. വെറുതെ അല്ല ഓരോ മക്കളും തന്തമാരെ സദ്യപാനത്തിൽ കൊണ്ടാക്കുന്നേ. വൃദ്ധസദനം. ആ, ദിവാകരൻ ചേട്ടോ. ആ, സുഖേ. എന്താ കാലിനെ കാത്തിരിക്കുവോ? ആ, കാത്തിരിക്കുവാടാ കാലനെ. നിന്റെ അച്ഛനെ കൊണ്ടുവരാൻ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ വരും. ഇതൊക്കെ അറിയണം. ദിവാകരൻ ചേട്ടാ, എന്താ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? ശാരദേ, ഓ ഒന്നുമില്ല, ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ച്. ഒരു കൂട്ടില്ലാത്തോണ്ടാ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് വെറുക്കുന്നേ. ആ, എന്നാ എടുക്കാനാ, നമ്മളൊക്കെ ഒറ്റയ്ക്കായി പോയില്ലയോ. ആ, കടല ഇപ്പൊ ഒറ്റയ്ക്കാണല്ലോ. അതെന്താ, നിങ്ങൾക്ക് കൂട്ടിന് മക്കളില്ലേ? കൂട്ടിനല്ല, എന്നെ കുഴിയിലോട്ട് എടുക്കാൻ എന്റെ മക്കൾ എനിക്ക്. ഷോ, അങ്ങനെ ഒന്നും പറയാതെ. അത്രയ്ക്ക് തന്നോടെ കൊണ്ട് വളർത്തിക്കോ അവന്മാര്. ഓ, ഈ പ്രായത്തിൽ എനിക്ക് മക്കളെ മാത്രമായിട്ട് വേണ്ട. അച്ഛൻ നല്ല ബാലിട്ടോണ്ട് വന്നിരിക്കുന്നത്. ശബരിമലന്നായിരിക്കും 2 അരവണ പറഞ്ഞേക്ക്. നോക്ക്. മക്കളെ, ഇതാണ് നിങ്ങളുടെ പുതിയ അമ്മ, സരള അമ്മ. അപ്പൊ അച്ഛൻ ശരിക്കും കല്യാണം കഴിച്ചാ? എന്നാലും അച്ഛൻ നമുക്കൊരു സദ്യ പോലും വാങ്ങി തന്നില്ലല്ലോടാ. എന്റെ സരളെ, കിടന്ന് നിലവിളിക്കാനല്ലാതെ ഒരു നിലവിളക്ക് എടുത്തു തരാനുള്ള ബോധം ഈ 2 കരിവിളക്കുകൾക്കും ഇല്ല. ഓ, അതൊന്നും സാരമില്ല. ആ, അതുകൊണ്ട് വലുതുകാര് വെച്ച് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് കയറിക്കാം. എങ്ങോട്ടാ? ഇവിടെ കയറാൻ പറ്റത്തില്ല. അതെന്താ? നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഇല്ല. പിന്നെ ഇതെന്താ, ബിഗ് ബോസ് ഹൗസാ? അച്ഛൻ എന്തിനാ അച്ഛൻ ഈ വൃത്തിയൊക്കെ കാണിച്ചേ? വൃത്തിയാടാ, കാരണം ഞാനിവിടെ മാന്യമായിട്ട് താലി കെട്ടിയതാണ്. ഞങ്ങൾക്കിട്ട് കൊട്ടിയതാണ്. നിന്റെ ഒക്കെ പറിച്ചു കേട്ടാ ഞാൻ വേടി അടിയപ്പോ നാട്ടുകാരെ പിടിച്ച് കെട്ടിച്ചതാണല്ലോ. അതൊക്കെ ഞങ്ങളൊരു സ്പിരിറ്റിൽ എടുത്തേനെ. ആ, ഇങ്ങനെ പോയാൽ നീയൊക്കെ എന്നെ സ്പിരിറ്റി കുളിപ്പിച്ച് കിടത്തുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ആ, ഇതൊക്കെ കാണുമ്പോഴാണ്. എന്നെ വിടറാവൂലേ? പിടിച്ചിട്ടൊന്നുമില്ല. അപ്പൊ മോനെ, ഇങ്ങനെ ഒന്നും പറയല്ലേ. ഓ, ഒന്നും പറയണ്ട, ഇപ്പൊ ഇറങ്ങണ ഇവിടുന്ന്. അങ്ങനെ മോനെ, ഞാൻ ഈ വീട്ടിൽ കയറുന്ന ഇഷ്ടമല്ല. അല്ല അത് പറഞ്ഞ ആരടാ? എന്നെ നിന്റെ അച്ഛൻ മാന്യമായിട്ട് താലിയടിക്കൊണ്ട് വന്നേന്ന്. നീയൊക്കെ അങ്ങേരുടെ മെക്കിട്ട് കയറുന്ന നടക്ക് എന്റെ മെക്കിട്ട് കയറുന്നല്ലോ. ചട്ടം പിടിച്ച് ചന്തിക്കൊക്കെ ഞാൻ നിന്റെ. വേണ്ട, എന്റെ ചന്തി പണ്ടേ ചൂടാ. എന്നാ പിന്നെ നമ്മൾ അകത്തോട്ട് കയറട്ടെ.
രാത്രി ആവട്ടെ എന്നിട്ട് വരെ. വന്നടനെ അവർ ഈ വീട്ടിൽ അവകാശം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അവകാശമല്ലേ പറയുന്നുള്ളൂ. നീ അവളെ കൊണ്ട് വേറെ ഒന്നും പറയിപ്പിക്കാൻ നിൽക്കണ്ട. അല്ല, അച്ഛന് വേറെ ആരെയും കിട്ടിയില്ലേ? എടാ അവക്ക് മക്കളില്ല, ഭർത്താവും ഇല്ല. എനിക്ക് മക്കളുണ്ടായിട്ട് ഒരു പ്രയോജനമില്ല. അപ്പൊ പിന്നെ ഞങ്ങളെ ഒന്നിക്കാൻ തീരുമാനിച്ചു. എനിക്ക് മുന്തിരി കൃഷി തുടങ്ങണം, അതിനോട് കാശ് തന്നെ. ആ മുന്തിരിയുടെ കാര്യം പറഞ്ഞപ്പോഴാ നീ 2 കിലോ മുന്തിരി 1 കിലോ ആപ്പിൾ എടുത്ത് മണിയറോട്ട് വെച്ചേ. കൃഷിയൊക്കെ കഴിഞ്ഞ് അച്ഛൻ കാണിച്ചു തരാം. ഇതെങ്കിലും പേട്ട് തേങ്ങ ആവാതിരുന്നാ മതിയായിരുന്നു. തരലേ അച്ഛൻ കൃഷി ചെയ്യുമോ? എന്ത് കൃഷി അച്ഛൻ ചെയ്യുന്നത്?